ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ഒരുപാട് നടിമാർ മലയാള സിനിമയിൽ നിന്ന് തങ്ങൾക്ക് ഏറ്റ ദുരനുഭവം തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ തന്നെ പിടിച്ചുകുലുക്കുന്ന ഇത്തരത്തിലുള്ള ആ പീഡന പട്ടികയിലേക്ക് രഞ്ജിത്തിനും സിദ്ദിഖിനും മുകേഷിനും ഇടവേള ബാബുവിനും ജയസൂര്യയ്ക്കും റിയാസ് ഖാനും ബാബുരാജനും മണിയൻ പിള്ള രാജുവിനും ശ്രീകുമാർ മേനോനും തുളസിദാസിനുമൊക്കെ ശേഷം പുതിയ ഒരു സംവിധായകന്റെ പേരുകൂടി വന്നിട്ടുണ്ട്. അതാണ് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട കനി കുസൃതി ചിത്രം ബിരിയാണിയുടെ സംവിധായകൻ സജിൻ ബാബു. വിചിത്രമായ ഒരു കാരണം കൊണ്ടാണ് സജിൻ ബാബു ഈ ലിസ്റ്റിൽപ്പെട്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പിന്തുണച്ചും സ്വയം വിമർശനം നടത്തിയും സജിൻ ബാബു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇതാണ് അയാളുടെ പീഡനം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ ജൂനിയർ ആർട്ടിസ്റ്റുകളെ പ്രകോപിപ്പിച്ചത്. ദി ന്യൂസ് മിനിറ്റിന് നൽകിയ അഭിമുഖത്തിലാണ് യുവതികൾ തങ്ങൾക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞത്. തെറ്റുകൾ സംഭവിക്കാമെന്നും അതെല്ലാം തിരുത്തി മുന്നോട്ട് പോവേണ്ടതുണ്ടെന്നും കുറിപ്പിൽ സജിൻ ബാബു പറഞ്ഞിരുന്നു. സജിൻ ബാബു അത്തരമൊരു കുറിപ്പ് പങ്കുവച്ചില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ തുറന്നു പറച്ചിൽ ഉണ്ടാവില്ലായിരുന്നുവെന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളായ യുവതികൾ പറയുന്നത്. സിനിമയിൽ പുതുമുഖങ്ങളായി എത്തിയപ്പോഴാണ് തങ്ങൾക്ക് ദുരനുഭവം ഉണ്ടായതെന്നാണ് ഇവർ പറയുന്നത്. സജിന്റെ ഒരു ലോ ബഡ്ജറ്റ് സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് ഒരു ചെറിയ കെട്ടിടത്തിലായിരുന്നു താമസിച്ചിരുന്നതെന്നും തന്നെ സജിന്റെ കാമുകിയുടെ കൂടെ ആ രാത്രി താമസിപ്പിച്ചുവെന്നും എന്നാൽ കാമുകിയില്ലാത്ത സമയത്ത് സജിൻ ബാഗെടുക്കാനെന്ന വ്യാജേനെ മുറിയിലെത്തുകയും തന്നെ കടന്നു പിടിക്കുകയും ചെയ്തുവെന്നാണ് യുവതി പറഞ്ഞത്. സജിന്റെ ഒരു തിരക്കഥാ വിവർത്തനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തൃശൂർ സംഗീത നാടക അക്കാദമിയിലെത്തുകയും എന്നാൽ തിരക്കഥ വായിക്കാനെന്ന വ്യാജേനെ പുറത്ത് മുറിയെടുക്കുകയും എന്നാൽ താൻ തിരക്കഥ വായിക്കുന്ന സമയത്ത് സജിൻ മുറിയിലെത്തുകയും തന്നെ കയറി പിടിക്കുകയും ശബ്ദമുണ്ടാക്കിയപ്പോൾ ക്ഷമ പറഞ്ഞുവെന്നും സാധനങ്ങളെടുത്ത് താൻ പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോൾ മുറിയിൽ വെച്ച് സജിൻ മോശമായി പെരുമാറിയെന്നാണ് യുവതി പറഞ്ഞത്. ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ സജിൻ ബാബു തങ്ങളോട് കുറ്റസമ്മതം നടത്തിയെന്നും ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. തെറ്റ് ആവർത്തിക്കില്ല. സാധാരണ ഇത്തരം ആരോപണങ്ങളിൽ പെടുന്നവരെല്ലാം രാഷ്ട്രീയ സാമ്പത്തിക ഗൂഢാലോചനകൾ ആരോപിക്കാറാണ് പതിവ്. തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ആരും സമ്മതിക്കാറില്ല. പക്ഷേ സജിൻ ബാബു അക്കാര്യത്തിൽ വ്യത്യസ്തനായി. ന്യൂസ് മിനിറ്റിനോട് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലിട്ട പോസ്റ്റിലും അയാൾ തന്റെ തെറ്റുകൾ ഉൾക്കൊള്ളുകയും ആവർത്തിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. സജിൻ ബാബുവിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: അടിമുടി ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ ജനിക്കുകയും അവിടുത്തെ കീഴ്വഴക്കങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന പുരുഷന്മാർക്ക് അവരുടെ അറിവില്ലായ്മയിൽ നിന്നും സമൂഹത്തിന്റെ കണ്ടീഷനിങ് കൊണ്ടും ജീവിത സാഹചര്യങ്ങളിൽ നിന്നും സംഭവിക്കുന്ന പല പല തെറ്റുകളെയും നോർമലൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ധാരാളം പേർ ജീവിക്കുന്നത്. ഇതേ സമയം ചിലർ അധികാരം ഉപയോഗിച്ചുകൊണ്ടും ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന തോന്നലിൽ നിന്നും പലതും ചെയ്യുകയും പ്രവർത്തിക്കുന്നുമുണ്ട്. ഈ ശീലങ്ങൾ ഒക്കെയും തിരുത്തപ്പെടുകയും ഇതുവരെ ചെയ്ത കൂട്ടിയതൊക്കെ തെറ്റാണ് എന്ന് സിനിമാ മേഖലയിൽ ഉള്ളവർ മുതൽ സമൂഹത്തിന്റെ എല്ലാ തട്ടിലും പ്രവർത്തിക്കുന്ന പുരുഷന്മാർക്കും ബോധ്യമാകാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും അത് കൈകാര്യം ചെയ്യുന്ന മീഡിയകൾക്കും സർക്കാരിനും പൊതുജനങ്ങൾക്കും കഴിയണം. അത്രയും ആഴത്തിൽ ഇതൊക്കെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ചെന്ന് പതിയുമ്പോഴാണ് ഇതുവരെ തെറ്റ് ചെയ്തവർക്ക് ഇത്രയും നാൾ അവർ ചെയ്തു കൂട്ടിയതൊക്കെ ശരിയല്ല എന്ന ബോധ്യം ഉണ്ടാവുകയും അത് ആവർത്തിക്കാതിരിക്കാനും ശ്രദ്ധിക്കുകയും ചെയ്യുകയുള്ളൂ, അദ്ദേഹം കുറിച്ചു.